ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ചക്കക്കുരു മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചക്കക്കുരു ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ചക്കക്കുരു നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം ചക്കക്കുരു ഉപയോഗിച്ചിട്ട്. എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ചക്കക്കുരു ചട്ടിയിലേക്ക് ഇടാം. ചക്കക്കുരു നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്താണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 മുളക് നടുവെ ചീന്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇടാം. ഉപ്പും വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് ഇളക്കി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചക്കക്കുരു നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇതൊരു മറ്റൊരു പാത്രത്തിൽ നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പ് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് അതിനകത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, കൂടെ ഒരു വറ്റൽമുളക് അരിഞ്ഞത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കിത് നന്നായി ഇളക്കാം. ചക്കക്കുരു മെഴുക്കുപുരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ്. വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്.